മന്ത്രിസഭയിൽ തന്നെ എതിരഭിപ്രായം ഉയർന്നിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ നമുക്ക് ഈ കീം റാങ്ക് പട്ടിക പുതുക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാനുണ്ട്. ജൂലൈ 1-ാം തീയതി പ്രസിദ്ധീകരിച്ച ഈ റാങ്ക് പട്ടികയിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് പുതിയ ഈ കീമിന്റെ റാങ്ക് പട്ടിക വ്യത്യസ്തമാവുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ 5000 റാങ്കുകാരിൽ 1796 കേരള സിലബസുകാരാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്. നേരത്തെ അത് 2579 ആയിരുന്നു. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സിലബസുകാർക്ക് നഷ്ടമുണ്ടായിരിക്കുന്നു പുതിയ പട്ടിക അനുസരിച്ച്. കേരള സിലബസുകാരെ കൂടി അവർക്കൊരു തുല്യത ഇതിൽ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സർക്കാർ ഈ തീരുമാനം കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോഴും ആകെപ്പാടെ കുട്ടികളാണ് ആശങ്കയിലായത്. CBSE ഈ പട്ടികയിൽ ആകെ 18284 കുട്ടികളാണ് CBSE സിലബസിൽ പഠിച്ചു വന്ന കുട്ടികളുള്ളത്. നോക്കൂ, ആദ്യത്തെ 100 പേരിൽ 79 പേരും പുതിയ ലിസ്റ്റ് അനുസരിച്ച് CBSE-കാരാണ്. കഴിഞ്ഞ പട്ടികയിൽ അത് 57 ആയിരുന്നു. ആദ്യത്തെ 100-ൽ 57 CBSE-കാരാണ് ഉണ്ടായിരുന്നത്, ബാക്കി കേരള സിലബസുകാരായിരുന്നു. എങ്കിൽ ഈ പുതിയ പട്ടിക വരുമ്പോൾ 79 പേരും ആദ്യത്തെ 100-ലെ 79 പേരും CBSE വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം തന്നെ ഇതിൽ പുതിയ പട്ടികയിലെ ആദ്യത്തെ 5000 റാങ്കുകാരിൽ നോക്കിയാൽ 2960 പേര് അവർ CBSE സിലബസ് പഠിച്ചവരാണ്. കഴിഞ്ഞ പട്ടികയിൽ ഇത് 2220 പേർ മാത്രമായിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ അത് CBSE വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതാണ് പുതിയ കീം പട്ടിക. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാർക്ക് സമീകരണത്തിൽ മാറ്റം വരുത്തിയത്. പക്ഷേ അത് അവസാന നിമിഷമായി പോയി എന്നുള്ളത് കൊണ്ട് തന്നെ കോടതി അത് റദ്ദാക്കുകയായിരുന്നു. നമ്മൾ ആദ്യത്തെ 100 റാങ്കിൽ എടുത്തു കഴിഞ്ഞാൽ 21 പേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് 21 പേരാണ് കേരള സിലബസ് പഠിച്ചത്. നേരത്തെ അത് 43 ഉണ്ടായിരുന്നു. 43 ഉണ്ടായിരുന്നപ്പോൾ 21 കുറഞ്ഞിരിക്കുന്നു. ഇതിലൊരു വലിയ പ്രശ്നം വരുന്നത് ദിവിഷ് നോക്കണം. ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ പ്രവേശനം കിട്ടും എന്ന് ഉറപ്പിച്ചിരുന്ന ആളുകൾക്ക് ഇന്നലെ രാത്രി ഈ പട്ടിക മാറിയതോടുകൂടി ആശങ്കയായിരിക്കുന്നു. റാങ്കിൽ പിറകോട്ട് പോയി. ഇനി അഡ്മിഷൻ നേരത്തെ ഉദ്ദേശിച്ച സ്ഥാപനങ്ങളിൽ കിട്ടുമോ? അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് പുറത്തെ അവസരങ്ങൾ ഒഴിവാക്കിയ ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചും നേരത്തെ ഉദ്ദേശിച്ചതുപോലെയുള്ള പ്രവേശനം കിട്ടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.